നമ്മുടെ ധാർമ്മികതയുടെ അടിസ്ഥാനം സ്നേഹമാണ്. ആ സ്നേഹം വരുന്നത് ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ, സ്നേഹമാകുന്ന വികാരം നമ്മൾക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും തിന്മയുടെ പാതയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയില്ല, യാതൊരു സംശയവും. അവിടെയാണ് ദൈവത്തിന്റെ വിളി ഉണ്ടാകുന്നത്. പിന്നെ വികാരങ്ങൾ വെറുതെ അനുഭൂതികളായിട്ട് മാത്രം മാറ്റുകയാണെങ്കിൽ ഒരു നിവൃത്തിയില്ല. ഈ വികാരങ്ങളെ നന്നാക്കി തീർക്കുകയും ചെയ്യാം. ഉദാഹരണം പറയാം, ദുരാഗ്രഹം. എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ ആഗ്രഹിച്ചാൽ മതി, ഇല്ലാത്തത് ദുരാഗ്രഹമാണ്. ആ ആഗ്രഹം എനിക്ക് എൻ്റെ ജീവിതത്തിന് യോജിച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും അതെനിക്ക് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും നല്ലതായിരിക്കും. അതൊരു ദുരാഗ്രഹമായിട്ട് മാറുകയില്ല, അതൊരാഗ്രഹമായിട്ട് മാറുകയില്ല. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, നമ്മൾ വഴിയിൽ കൂടെ പോകുന്ന നമ്മളൊരു സ്ത്രീയെ കാണുന്നു, ഒരു പെണ്ണാണെങ്കിൽ ഒരു പുരുഷനെ കാണുന്നു, ഒരു വൈകാരിക തലത്തിലുള്ള ഇഷ്ടം തോന്നിയേക്കാം. പക്ഷെ ഈ ഇഷ്ടം നമുക്കതിനെ ലൈംഗിക തലത്തിലേക്ക് കൊണ്ടുപോകാതെ മറ്റൊരു തലത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. എന്താണ്? ഒരു വ്യക്തിയുടെ സൗന്ദര്യം കാണുമ്പോൾ നമുക്ക് പറയാം, ദൈവത്തിന്റെ സൗന്ദര്യം എത്ര മനോഹരമാണ്. ഇതാണ് നമ്മുടെ വികാരങ്ങളെ നമുക്ക് നല്ലതാക്കി കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഇതുപോലെ പലതും. അഹങ്കാരം. പിന്നെ ഓരോ വികാരം എടുത്ത് നോക്കിയാൽ നമുക്കതിനെ നല്ല സുഹൃതങ്ങളാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിനാവശ്യം ആത്മാവിന്റെ നിറവാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചേ മതിയാവും. മനുഷ്യൻ ഇച്ഛാശക്തി കൊണ്ട് മാത്രമല്ല, ഐന്ദ്രിക വാച്ഛകൾ കൊണ്ടുകൂടിയ നന്മയിലേക്ക് ചലിക്കപ്പെടുന്നതിനാണ് ധാർമ്മിക പൂർണ്ണത അടങ്ങിയിരിക്കുന്നത്. സങ്കീർത്തനോടൊപ്പം നമുക്ക് പാടാം. ഈ ഇച്ഛ എന്ന് പറയുമ്പോൾ ഇന്റലക്ട് എന്ന് പറയും, വില്ലെന്ന് പറയും. നമ്മുടെ ബുദ്ധിയും വികാരങ്ങളും, വികാരം എന്ന് പറയാം, ഇമോഷൻസ് എന്ന് പറയാം. ഈ ഇന്റലക്റ്റും വില്ലും കൂടെ ചേരുമ്പോഴാണ് വാസ്തവത്തിൽ മനുഷ്യനാക്കി തീർക്കുന്നത്. പക്ഷെ നമുക്ക് ഈ വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട് മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം അവർ ദൈവം ബുദ്ധി കൊടുത്തിട്ടുണ്ട്, അവരെ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കുന്നു. അന്തിമമായിട്ട് അവന്റെ ഏറ്റവും പരിശുദ്ധമായ വികാരം എന്താണെന്ന് യേശു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, സ്നേഹം. ആ സ്നേഹമാണ് ആത്യന്തികമായിട്ട് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്. മനുഷ്യനും ഈ അടുത്ത് വരുന്നത് മാനുഷിക വികാരങ്ങളുടെ ധാർമ്മികത നമ്മൾ കണ്ടു. ഇനി മനസ്സാക്ഷി എന്താണ്? മനുഷ്യ ഹൃദയത്തിൽ ദൈവത്താൽ ആലേഖനം ചെയ്യപ്പെട്ട ഒരു നിയമമാണ് മനസ്സാക്ഷി. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. എന്താണ് മനസ്സാക്ഷി എന്നത്? വ്യക്തിയുടെ ഹൃദയത്തിൽ സന്നിഹിതനായിരിക്കുന്ന ധാർമ്മിക മനസ്സാക്ഷി. റോമാക്കാർക്ക് എഴുതിയതിന്റെ 2-ാം അധ്യായത്തിൽ 14 മുതൽ 16 വരെ. നന്മ ചെയ്യാനും തിന്മ ഉപേക്ഷിക്കാനും തക്ക സമയത്ത് അവനോട് കൽപ്പിക്കുന്നു. അവന്റെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ആ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന നിയമം, ആ നിയമത്തിന്റെ വെളിച്ചത്തിൽ അവന് നന്മ പ്രവർത്തിക്കാനും തിന്മ പ്രവർത്തിക്കാനും അവന് സാധിക്കും. ഇത് രണ്ടും അവനുണ്ട്, തിരഞ്ഞെടുക്കുന്നത് അവനാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മനസ്സാക്ഷിക്കനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോകാം. കാരണം മനസ്സാക്ഷിയാണ് ഏറ്റവും വലുത്. പിന്നെ മറ്റൊരു ചോദ്യം വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മനസ്സാക്ഷി തന്നെ നല്ലതുണ്ടാവും, മോശപ്പെട്ടതുണ്ട്. നല്ല മനസ്സാക്ഷി. അപ്പൊ നല്ല മനസ്സാക്ഷി രൂപീകരണം എങ്ങനെയാണ് നടക്കുന്നത്? എനിക്ക് ഒരാളെ കൊല്ലണം, ഞാനത് മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്. പക്ഷെ എനിക്ക് മറ്റുള്ളവരോട് ചോദിക്കുകയാണ്, അവരെ കൊല്ലുന്നത് ശരിയാണോ? ഇതാണ് എൻ്റെ മനസ്സാക്ഷിയുടെ രൂപീകരണം. അവ മരുന്ന് കൊല്ലുന്നത് ശരിയല്ല. ഇവിടെ എൻ്റെ മനസ്സാക്ഷി നല്ല മനസ്സാക്ഷിയെ കൊണ്ടുവരികയാണ്. കൊല്ലാൻ ഉദ്ദേശിക്കുന്ന മനസ്സാക്ഷി അവനെ കൊല്ലാൻ പാടില്ല എന്ന് മറ്റുള്ളവരിലൂടെ ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പൊ അത് നല്ല മനസ്സാക്ഷി രൂപീകരണം ഏറ്റവും ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമുക്ക് അബദ്ധങ്ങൾ കാണിക്കും, തെറ്റുകൾ കാണിക്കും, പാപം ചെയ്യും. ഇനി രണ്ടാമതായിട്ട് നല്ല മനസ്സാക്ഷി രൂപീകരണത്തിന് വചനത്തിന്റെ അല്ലെങ്കിൽ വേറെ പുസ്തക വായന, വചനം ശ്രദ്ധിക്കുക. ഇതിലൊക്കെ ഓരോ വചനത്തിലും നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് നല്ലത്, ഏതാണ് മോശമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതൊരു വലിയൊരു വഴികാട്ടിയാണ്. അതിലൂടെ നമുക്ക് നല്ല മനസ്സാക്ഷി രൂപീകരിക്കാൻ നമുക്ക് സാധിക്കും. നിന്റെ മനസ്സാക്ഷിയിലേക്ക് തിരിയുക, അതിനെ ചോദ്യം ചെയ്യരുത്. സഹോദരങ്ങളെ ഉള്ളിലേക്ക് തിരിയുകയും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ നിങ്ങളുടെ സാക്ഷിയെ കാണുകയും ചെയ്യാം. പിന്നെ മറ്റൊന്നുണ്ട്,
മറ്റുള്ളവരുടെ മനസ്സാക്ഷിക്കെതിരായിട്ട് പ്രവർത്തിക്കാനുള്ള അവകാശം നമുക്കില്ല. അവരുടെ മനസ്സാക്ഷി ശരിയോ തെറ്റോ എന്നുള്ളതല്ല. തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റി കൊടുക്കാനുള്ള നമുക്ക് സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. നന്മയിലേക്ക് കൊണ്ടുവരിക. അവന്റെ മനസ്സാക്ഷി ബഹുമാനിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് എൻ്റെ മനസ്സാക്ഷി ബഹുമാനിക്കാനായിട്ട് എൻ്റെ കൂടെയുള്ളവർക്കും സാധിക്കണം. മറ്റൊന്ന്, മനസ്സാക്ഷി നല്ലതോ ചീത്തയോ എന്ന് തിരിച്ചറിയുന്ന നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് വഴികളും നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. മനുഷ്യ വ്യക്തിയും സമൂഹവും നമ്മളിപ്പോൾ കണ്ടു. ധാർമ്മികത കൊണ്ടു, നമ്മുടെ പ്രവൃത്തികളുടെ ധാർമ്മികത കണ്ടു, നമ്മുടെ മനസ്സാക്ഷി കണ്ടു. ഇനി മനുഷ്യനും സമൂഹവും. നമുക്കറിയാം, ആരും പറയാതെ തന്നെ അറിയാം, മനുഷ്യനൊരു സമൂഹ ജീവിയാണ്. കാരണം അവന്റെ സമൂഹത്തിലൂടെയാണ് അവനായിത്തീരുന്നത്. ജനിച്ച അന്ന് മുതൽ മരിക്കുന്നവരെ ഒരു മുറിയിൽ അവന് അടയ്ക്കപ്പെട്ടിരുന്നാൽ അവന് സംസാരിക്കാൻ പോലും അവനറിയില്ല. അവൻ ഏത് ഭാഷയാലും അറിയില്ല. നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചും പരസ്പരം കടമകൾ നിർവഹിക്കൊണ്ടുമാണ് വാസ്തവത്തിൽ നമ്മൾ വളരുന്നത്. ഈ വളർച്ച ഒരു പ്രത്യേകതയുണ്ട്. സമൂഹം ദൈവം തന്നെ സമൂഹമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അപ്പോൾ ആ സമൂഹത്തിൽ നിന്നാണ് നമ്മളും സമൂഹമായി മാറുന്നത്. ലോകത്തിലേക്ക് ഒരു വ്യക്തി ദൈവസ്നേഹത്തിൽ ജീവിച്ചുകൊണ്ട്, മനുഷ്യ സ്നേഹത്തിൽ ജീവിച്ചുകൊണ്ട്, മനുഷ്യനെ കാണുകയും അവനെ സ്നേഹിക്കുകയും അവനോടുള്ള കടപ്പാടുകളും എൻ്റെ കടപ്പാടുകളും നിറവേറ്റിക്കൊണ്ട് ഒരു നല്ല മനുഷ്യനായ സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ സമൂഹം അനിവാര്യമാണ്. ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് സമൂഹം അനിവാര്യമാണ്. അതില്ലെങ്കിൽ ഒരിക്കലും വ്യക്തിത്വത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. എങ്കിൽ തന്നെയും മനുഷ്യൻ സമൂഹ ജീവിയാണെങ്കിൽ തന്നെയും സമൂഹ ജീവിതത്തിലെ കേന്ദ്രബിന്ദു മനുഷ്യനാണ്. എല്ലാ സാമൂഹിക സംവിധാനങ്ങളുടെയും പ്രഭുവും കർത്താവും ലക്ഷ്യവും മനുഷ്യ വ്യക്തിയാണ്. അത് ശരിയാണ്. മനുഷ്യ വ്യക്തികളുടെ വ്യക്തിത്വത്തിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഒരു ജീവനെ നശിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ ജീവനെ കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. ആ വ്യക്തിയിലേക്കാണ് വാസ്തവത്തിൽ മനുഷ്യ സമൂഹം കൂടെ കടന്നു കയറുന്നത്. ആ വ്യക്തി വളരുന്നത് എവിടെയാണ്? വ്യക്തി വളർന്ന് അവന്റെ അന്തസ്സ്, മനുഷ്യ അന്തസ്സ് എന്ന് പറയുന്നത്, അതിലേക്ക് എത്തിച്ചേരുന്നത് അവന്റെ കുടുംബത്തിലാണ്. കുടുംബത്തിൽ അവന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള അവന്റെ മാതാപിതാക്കന്മാർ, സഹോദരന്മാർ, സാഹചര്യങ്ങൾ, അമ്മ, അപ്പൻ എല്ലാം ഉണ്ട്. ഇതിലൂടെയാണ് വാസ്തവത്തിൽ ഒരു വ്യക്തി കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയായി തീർന്നത്. അതുപോലെ തന്നെ അതിനെ സ്വാധീനിക്കുന്ന മറ്റു ഘടകം നമ്മുടെ ചുറ്റുപാട് രാഷ്ട്രമാണ്. നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ. അതുപോലെ തന്നെ സംഘടനകളുണ്ട്. ധാരാളം സംഘടനകൾ ലോകത്തിലുണ്ട്. സാംസ്കാരിക സംഘടനകളുണ്ട്, കായികപരമായിട്ട് സംഘടനകളുണ്ട്, സാമൂഹിക ലക്ഷ്യങ്ങളോടുകൂടെ സഹകരിക്കുന്ന സംഘടനകളൊക്കെ. ഇതൊക്കെ ഉണ്ട്. ഈ സംഘടനകൾ ഉണ്ടാകുമ്പോഴും എൻ്റെ വളർച്ച മാത്രമല്ല, പൊതുവായിട്ടുള്ള വളർച്ച, മനുഷ്യന്റെ വളർച്ചയും കൂടെ അതിൽ നമുക്ക് സാധിക്കും. എങ്കിൽ തന്നെയും ഞാനെന്ന വ്യക്തി അതോടെ ഇല്ലാതായി തീരുന്നില്ല. സാമൂഹ്യവൽക്കരണത്തിൽ അതിൽ കുറച്ച് അല്പം പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ തക്ക വിധത്തിൽ നിയമങ്ങളുടെ രാഷ്ട്രം കൊണ്ടുവരികയാണെങ്കിൽ അപ്പോൾ അതോടെ വ്യക്തിത്വത്തെ കോട്ടം സംഭവിക്കും. അനാവശ്യമായിട്ട് രാഷ്ട്രത്തിന്റെ ഇടപെടലുകളുണ്ട്. ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യുകയാണ്. നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നന്മ ചെയ്യാനുള്ള ആഗ്രഹമാണ്, അഭിവാഞ്ഛയാണ്. അതിനെ നശിപ്പിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിന് തകർച്ച ഉണ്ടാകുന്നത്. അവിടെ മനുഷ്യൻ തീർച്ചയായിട്ടും ഏകനാണ്. ഏകനായ മനുഷ്യൻ ജീവിക്കുന്നതും വളരുന്നതും എപ്പോഴാണ്? സമൂഹത്തിൽ വെച്ചാണ്. അവൻ വളർന്ന് വലുതാകുന്നതും അവന്റെ മഹത്വം പ്രാപിക്കുന്നതും സമൂഹത്തിലാണ്. ഈ സമൂഹത്തിലാകുമ്പോൾ ഒരു ചുറ്റുപാടുള്ള സംഘടനകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെയും അവൻ വളരുന്നു. മാത്രമല്ല ആ സംഘടനയും വളരുന്നു. അപ്പൊ അവന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ മാത്രമല്ല, മറ്റ് അതിനേക്കാൾ വലിയ ആവശ്യങ്ങളും കൂടെ അവനിലൂടെ സംഘടനയിലൂടെ നടക്കുന്നുള്ള കാര്യം കൂടെ നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഞാനെന്ന വ്യക്തി അത് വളരെ വളരെ വലുതാണ്. ഓരോ വ്യക്തി ഇല്ലാതെ സമൂഹം ഉണ്ടാവുകയില്ല. വ്യക്തിയെ നമ്മൾ മാനിക്കുക, സമൂഹത്തെ നമ്മൾ പാലിക്കുക. സാമൂഹ്യ സൃഷ്ടിക്ക് ആവശ്യമായ മാനുഷിക സുഹൃതങ്ങൾ
നന്മ ചെയ്യുന്നത് ശീലമാക്കിയ സുസ്ഥിര മനോഭാവമാണ് സുഹൃതം. ഒന്നുകൊണ്ട് ശ്രദ്ധിക്കുന്നതാണ്, നന്മ ചെയ്യുന്നത് ശീലമാക്കിയ സുസ്ഥിര മനോഭാവമാണ് സുഹൃതം. സുഹൃതമുള്ള വ്യക്തി നന്മ പിന്തുടരുകയും നന്മയിൽ മാത്രം ജീവിക്കുകയും ചെയ്യും. അവന്റെ ഓരോ പ്രവൃത്തിയും ആരംഭിക്കുന്നത് നന്മയുടെ ആഗ്രഹം കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ നന്മ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അതൊരു സുഹൃതമായിട്ട് മാറുകയാണ്. ഈ നന്മ ചെയ്യുന്നത് ശീലമാക്കിയ സുസ്ഥിര മനോഭാവമാണ് സുഹൃതമെങ്കിൽ, സുഹൃതത്തിന് 2 തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മൗലിക ധർമ്മം നിർവഹിക്കുന്ന 4 സുഹൃതങ്ങളുണ്ട്. അവയെ മൗലിക സുഹൃതങ്ങൾ കാർഡിനൽ വെർച്യൂസ് എന്ന് വിളിക്കുന്നു. അത് ടെസ്റ്റ് വായിച്ചാൽ നമുക്ക് ലഭിക്കുന്നതാണ്. വിവേകം, നീതി, മനധൈര്യം, സംയമനം എന്നിവ. ഇതൊക്കെ മനഃപ്പാഠം പഠിച്ചെങ്കിൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇടാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. എന്താണ് വിവേകം? ഓരോ സാഹചര്യത്തിലും നമ്മുടെ യഥാർത്ഥ നന്മ തിരിച്ചറിയാനും അത് നേടാൻ ശരിയായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുവാനും, ഓരോ സാഹചര്യത്തിൽ നമ്മുടെ യഥാർത്ഥ നന്മയിലുള്ള നന്മ തിരിച്ചറിയാനും അത് നേടാൻ ശരിയായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കാനും, നന്മ എന്നിൽ മാത്രമല്ല എനിക്ക് പുറത്തുള്ള നന്മകൾ മനസ്സിലാക്കാനും അത് നേടാനായിട്ടുള്ള മാർഗങ്ങൾ തിരിച്ചറിയാനുള്ള ഒരവസ്ഥയാണ് വിവേകം. പറയുന്നുണ്ട്, പാമ്പിനെ പോലെ വിവേകമുള്ളവരായി തീരുക, പ്രാവിനെ പോലെ നല്ല മനസ്സുള്ളവരായി തീരുക എന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിവേകം എന്നിതാണ്. ഈ വിവേകത്തിൽ ഉൾപ്പെടുന്ന ഒന്നുകൂടെയാണ് നീതി. വിവേകം, നീതി എന്നത് ദൈവത്തിന് വായിക്കാതെ കൊടുക്കേണ്ടത് അവരെ കൊടുക്കേണ്ടത് അവരെന്താണ് അർഹിക്കുന്നത് കൊടുക്കുക. അത് ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കുക, മനുഷ്യന് കൊടുക്കേണ്ടത് മനുഷ്യന് കൊടുക്കുക. പറയുന്നുണ്ടല്ലോ യേശുവിന്റെ പറയുന്നത്, സീസണിലുള്ള സീസണിന്, ദൈവത്തിനുള്ള ദൈവം. അഡ്യൂ, അതാണ് നീതി. മനധൈര്യം എന്നാൽ പ്രയാസങ്ങൾ ഉറച്ച മനസ്സുണ്ടാകുക, അതിൽ സ്ഥിരതയുള്ളവരായി തീരുക. ഉറച്ച മനസ്സ്, പ്രയാസങ്ങൾ ഉറപ്പും നന്മ പിന്തുടരുന്നതിൽ സ്ഥിരതയും ഉറപ്പാക്കുന്ന ധാർമ്മിക സുഹൃതമാണ്. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് വിവേകം എന്താണെന്ന് കാണുന്നുണ്ട്, നീതി എന്താണെന്ന് കാണുന്നുണ്ട്, ധൈര്യം എന്താണെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇത് മൗലിക സുഹൃതങ്ങളിൽപ്പെട്ട മൂന്ന് കാര്യമാണ്. ഒന്നും കൂടെ പറയാനുള്ളത്, ക്ഷമിക്കണം. സംയമനം എന്താണ്? സംയമനം ഒന്നുമില്ല, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. നമ്മുടെ മേശപ്പുറത്ത് കുറേ ചോറും കറികളൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാം വലിച്ചു പോയി തിന്നാൻ എന്ന് പറഞ്ഞാൽ അതൊരു സംയമനമല്ല. ഭക്ഷിക്കുന്നിടത്തും ചെയ്യുന്നിടത്തൊക്കെ ഒരു നിയന്ത്രണം ആവശ്യം. ഇതാണ് സംയമനം. അതേത് കാര്യത്തിലുണ്ടാകണം. രണ്ടുപേരും നമ്മൾ സംവദിക്കുമ്പോഴും ഒരു ഹാളിലിരുന്ന് നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോഴൊക്കെ സംയമനം എപ്പോഴും ആവശ്യമാണ്. വേണ്ട സ്ഥലത്ത് പറയുക. അത് നഷ്ടപ്പെടുമ്പോൾ എന്താണ് കുഴപ്പം ചോദിച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് അതൊരു ഭാരമായി തീരും. അത് ഭക്ഷണം മാത്രമല്ല, നമ്മുടെ ബന്ധങ്ങളിലൊക്കെ സംയമനം എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ വിവേകം, നീതി, മനധൈര്യം, സംയമനം മൗലിക സുഹൃതങ്ങളാണ്. സമൂഹ സൃഷ്ടിക്കാവശ്യമായ ദൈവിക സുഹൃതങ്ങൾ എന്താണ്? ദൈവിക സുഹൃതങ്ങൾ മനുഷ്യനെ നേരിട്ട് ദൈവത്തോട് ബന്ധപ്പെടുത്തുന്നവയാണ്. അവയുടെ ഉത്പത്തിയും വിഷയവും ലക്ഷ്യവും ത്രിയേക ദൈവമാണ്. മനുഷ്യനെ ദൈവത്തോട് നേരിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. അതാണ് ദൈവിക സുഹൃതങ്ങൾ. നമുക്കറിയാം എന്താണ് സുഹൃതങ്ങൾ. നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ട്. വിശ്വാസം, ശരണം, പ്രത്യാശ, സ്നേഹം. ഇതൊക്കെ നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ച കാര്യങ്ങളാണ്. എന്താണ് വിശ്വാസം? നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു, അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തിയ സകലതും വിശ്വസിക്കുന്നു, വിശ്വസിക്കണമെന്ന് തിരുസഭ നിർദ്ദേശിക്കുന്ന സകലതും നാം വിശ്വസിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ വെളിപാടിൽ നമ്മൾ വിശ്വസിക്കുന്നു. ദൈവം എന്താണ് വിശ്വസിക്കണമെന്നുള്ളത് സഭ നമ്മളോട് പറയുമ്പോൾ നമ്മൾ അതിൽ വിശ്വസിക്കുന്നു. ഇതാണ് നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും. ഇതാണ് വിശ്വാസം. പ്രത്യാശ എന്താണ്? നിത്യജീവിതം. നമ്മളെല്ലാം ഈ ലോകത്തിലൂടെ കടന്നു പോകുന്നവരാണ്. നമുക്കൊരു നിത്യമായ ജീവിതം എന്നുണ്ട്. അത് നേടാനുള്ള കൃപാവരം നാം ആഗ്രഹിക്കുന്നു. ഇതാണ് പ്രത്യാശ. സ്നേഹം എന്താണ്? സ്നേഹം എന്നെ തന്നെ മറ്റുള്ളവർക്കും ദൈവത്തിന് കൊടുക്കുക.
പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. നമ്മെപ്പോലെ നമ്മുടെ അയൽക്കാരനെ നാം സ്നേഹിക്കുക. സ്നേഹം പൂർണ്ണതയുടെ കണ്ണിയും സകല സൗഹൃദങ്ങളെ രൂപമാണ്. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. ഇതാണ് സ്നേഹം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇനി ഇതിനെയൊക്കെ അല്ലെങ്കിൽ ഇതിനെയൊക്കെ വളർത്തിയെടുക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ. ടെക്സ്റ്റിൽ അത് പറയുന്നുണ്ട്, നിങ്ങളത് വായിച്ച് മനഃപ്പാഠം പഠിക്കുക. ജ്ഞാനം, ഗ്രഹണശക്തി, ആലോചന, മനധൈര്യം, അറിവ്, ഭക്തി, ദൈവഭയം എന്നിവയാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ. ഞാൻ എല്ലാ ദാനങ്ങളിലേക്കും കടന്നു ചെല്ലുന്നില്ല, കാരണം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് നിശ്ചിത സമയം കൊണ്ടൊന്നും തീർക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഇനി സഭയുടെ പാരമ്പര്യം അനുസരിച്ച് നിത്യമഹത്വത്തിന്റെ പ്രഥമ ഫലങ്ങളായ പരിശുദ്ധാത്മാവിൽ നമ്മൾ രൂപപ്പെടുത്തുന്ന ഫലങ്ങൾ 12 പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, മറ്റേത് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ, മറ്റേത് 2 പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, ഔദാര്യം, സൗമ്യത, വിശ്വസ്തത, അടക്കം, ആത്മസംയമനം, ശുദ്ധത. അപ്പോൾ ദാനങ്ങൾ നമ്മൾ കണ്ടു, അതിൻ്റെ ഫലങ്ങൾ നമ്മൾ കണ്ടു. ഇത് കാണാപ്പാട് തന്നെ പഠിക്കണം. ഈ ഓരോ ദാനങ്ങളും ഓരോ ഫലങ്ങളും കാണാപ്പാട് തന്നെ പഠിക്കണം. ഇനി അടുത്തത് വരുന്നത് വ്യക്തിയും രാഷ്ട്രവും. നമ്മളിതുവരെ പഠിച്ചു സുഹൃതങ്ങൾ എന്താണെന്ന് പഠിച്ചു, മൗലിക സുഹൃതങ്ങൾ. അതുപോലെ തന്നെ ഈ സുഹൃതങ്ങൾ നമുക്ക് സൃഷ്ടിക്ക് ആവശ്യമായ എന്തൊക്കെ സുഹൃതം അത് നമ്മൾ പഠിച്ചു. പിന്നെ ആത്മാവിൻ്റെ ദാനങ്ങൾ പഠിച്ചു. ഈ ദാനങ്ങളാണ് വാസ്തവത്തിൽ ആത്മാവിൻ്റെ ദാനമാണ് നമ്മളെയൊക്കെ പിടിച്ചു നിർത്തുന്നത്. ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള കഴിവ് തരുന്നത് ആത്മാവ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇനി വ്യക്തിയും രാഷ്ട്രവും. മനുഷ്യപ്രകൃതിയോട് പ്രത്യക്ഷമായി ചേർന്ന് പോകുന്ന സംവിധാനങ്ങളാണ് കുടുംബവും രാഷ്ട്രവും. സൃഷ്ടാവായ ദൈവം അധികാരത്തിന്റെ വിനിയോഗം മുഴുവനും തനിക്ക് മാത്രമായി പിടിച്ചു വെക്കാൻ ആഗ്രഹിച്ചില്ല. അതതിന്റെ പ്രകൃതിക്ക് ചേർന്ന കഴിവുകളനുസരിച്ച് നിർവഹിക്കുവാൻ സാധിക്കുന്ന ജോലികൾ ദൈവം ഓരോ സൃഷ്ടിയെയും ഏൽപ്പിച്ചിരിക്കുന്നു. സമൂഹ ജീവിതത്തിൽ ഈ ഭരണ മാതൃകയാണ് അനുവർത്തിക്കേണ്ടത്. ഇത് അല്പം ഗഹനമായി ചിന്തിക്കേണ്ട ഒരു വാചകമാണ്. ദൈവം സൃഷ്ടികർമ്മത്തിൽ ഈ പ്രപഞ്ചത്തെയും കൂടെ പങ്കെടുപ്പിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞത്. അത് ദൈവത്തിൻ്റെ ആ ഒരു കഴിവ് അല്ലെങ്കിൽ അത് മറ്റുള്ള പ്രകൃതിയുമായിട്ട് പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. അത് അതിനെ വിട്ടുകൊടുക്കുകയാണ്. അതാണ് ഇതുകൊണ്ട് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അധികാരം എന്താണ്? സഭയും രാഷ്ട്രവും അധികാരവും. അധികാരം ഒന്നുമില്ല, വളരെ ലളിതമാണ്. വ്യക്തികളോ സ്ഥാപനങ്ങളോ നിയമനിർമ്മാണം നടത്തുകയും മനുഷ്യർക്ക് ആജ്ഞകൾ നൽകുകയും അവരിൽ നിന്ന് അനുസരണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഗുണവിശേഷമാണ്. വ്യക്തികളോ സ്ഥാപനങ്ങളോ നിയമനിർമ്മാണം നടത്തുക, അത് മനുഷ്യർക്ക് അതിൻ്റെ വെളിച്ചത്തിൽ അത് ആജ്ഞകൾ നൽകുക. നിയമനിർമ്മാണം നടത്തുക, നിങ്ങളത് ചെയ്യാനായിട്ട് ആജ്ഞകൾ കൊടുക്കുക, നമ്മളത് അനുസരിക്കുക. ഉണ്ടാക്കുക, അത് ചെയ്യാനായിട്ട് ആജ്ഞ കൊടുക്കുക, അത് നമ്മൾ അനുസരിക്കുക. ഈ 3 കാര്യങ്ങളാണ് അധികാരം കൊണ്ട് നമ്മൾ, ഭൗതിക അധികാരം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ആവശ്യമാണ്. കാരണം രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പും സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും ഇത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നിയമമില്ലാത്തൊരു ലോകത്തിലേക്ക് പോകും. നിയമമില്ലാത്തൊരു ലോകം നമുക്കറിയാം. റോഡിലൂടെ നമ്മൾ പോകുമ്പോൾ ട്രാഫിക് നിയമമാണ്. ഒരു നിയമം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് തന്നെയാണ്.